തോമാസ്ലിയായുടെ കേരള പ്രേഷിത ദൗത്യത്തെക്കുറിച്ചുള്ള സംശയം ആദ്യം ഉയർത്തുന്നത് 18-ാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റന്റ് മിഷനറിയായ മറ്റുമിനുസ്ല ക്രോസിനെ പോലെയുള്ളവരാണ്. 18-ാം നൂറ്റാണ്ട് വരെ ഇക്കാര്യം ഒരു ചരിത്ര വസ്തുതയായും വിശ്വാസ വിഷയമായും കരുതപ്പെട്ടിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരുമെല്ലാം 17-18 നൂറ്റാണ്ടുകളിലെ അവരുടെ രേഖകളിൽ കേരളത്തിലെ ക്രൈസ്തവരെ സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആരാധനയ്ക്ക് സുറിയാനി ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് സുറിയാനി ക്രൈസ്തവരെന്ന പേരും പിന്നീട് ലഭ്യമായി. ക്രമത്തിൽ സെൻറ് തോമസുമായുള്ള ബന്ധം തമസ്കരിക്കുകയും കേരളത്തിലെ ക്രൈസ്തവരുടെ ഉത്ഭവം സിറിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരിൽ നിന്നായിരുന്നുവെന്ന വാദം ആംഗ്ലിക്കൻ മിഷനറിമാരും മറ്റും അവതരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലേക്ക് ക്രിസ്ത്യൻ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വിദൂരസ്ഥമായ സിറിയയിൽ നിന്നല്ല, താരതമ്യേന അടുത്തുള്ള പേർഷ്യൻ ഉൾക്കടലിൻ്റെയും ചെങ്കടലിൻ്റെയും തീരത്ത് നിന്നായിരുന്നു എന്നതാണ് വസ്തുത. തോമാസ്ലിയ കേരളത്തിൽ വന്നു എന്ന വാദത്തിന് അടിസ്ഥാനമായി ചരിത്രകാരന്മാർ ആശ്രയിക്കുന്ന തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. 50 ലക്ഷത്തോളം വരുന്ന ഒരു സമൂഹത്തിൻ്റെ തലമുറകളായി ഐക്യകണ്ഠ്യേന ഉന്നയിച്ചു വരുന്ന അവകാശവാദം തന്നെയാണ് പ്രധാനമായ ഒരു തെളിവ്. തോമാസ്ലിഹായുമായി യാതൊരു ബന്ധവും ഈ സമൂഹത്തിനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നാമം സമൂഹത്തിൻ്റെ സംഘാതമായ ഓർമ്മയിലേക്കും ബോധത്തിലേക്കും കടന്നു വരിക? എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ ഉത്ഭവം തോമാസ്ലിയായുടെ പ്രേഷിത ദൗത്യത്തിൽ നിന്നാണ് എന്ന് തലമുറകളായി വിശ്വസിച്ച് പോരുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായാണ് ഈ അവബോധം ഈ സമൂഹത്തിൽ ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ട് മറ്റ് അപ്പസ്തോലന്മാരെ എല്ലാം മാറ്റി നിർത്തി കൃത്യമായി തോമാസ്ലിയയുടെ പേര് മാത്രം പറയുന്നു? ഒരു ജനസമൂഹത്തിൻ്റെ സംഘാതമായ ഓർമ്മയിലും ബോധത്തിലും സത്യത്തിൻ്റെ കണികകൾ ഉണ്ടാകാമെന്ന് ഉള്ളതാണ് വസ്തുത. പരമ്പരാഗതമായിട്ടുള്ള മറ്റു വിശ്വസനീയമായ വിവര സ്രോതസ്സുകളില്ലെങ്കിൽ ചരിത്രപരമായ വിവരാന്വേഷണങ്ങൾക്ക് ഒരു ജനതയെയും അവരുടെ സമൂഹ മനസ്സിലെ വിവരങ്ങളെയും നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. സമൂഹത്തിൽ അധികാരവും സ്വാധീനവുമുള്ള വിഭാഗങ്ങൾ ലിഖിത ചരിത്ര സ്രോതസ്സുകളിൽ തങ്ങളുടെ സാന്നിധ്യവും പ്രാമുഖ്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കും. ചില വിഭാഗങ്ങളുടെ കാര്യത്തിലാകട്ടെ മഹാനിശബ്ദതയാകും ചരിത്ര വിവര സ്രോതസ്സുകൾ ഉണ്ടാകുക. പക്ഷേ ആ വിഭാഗങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങൾ നിലനിന്നിരുന്നില്ല എന്നതല്ല അതിനർത്ഥം. ഇത്തരത്തിൽ ലിഖിത ചരിത്ര സ്രോതസ്സുകളില്ലാത്ത ഈ വിഭാഗങ്ങളുടെ ചരിത്രത്തിൻ്റെ പുനഃസൃഷ്ടിക്കുള്ള പരിശ്രമം ചരിത്രകാരന്മാർ നടത്തുന്നത് വംശീയ ചരിത്രോപാധികളെ ആശ്രയിച്ചുകൊണ്ടും അതത് ജനതകളെ തന്നെ ചരിത്ര പഠനത്തിലുള്ള സുപ്രധാന പ്രാഥമിക സ്രോതസ്സുകളായി കണ്ടുകൊണ്ടുമാണ്. 20-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ഗ്രാമങ്ങളെ പഠിച്ചുകൊണ്ട് ഫ്രാൻസിൻ്റെ മധ്യകാല ഫ്യൂഡൽ സവിശേഷതകളെ പുനഃസൃഷ്ടിച്ച മാർക്ക് ബ്ലോച്ചിൻ്റെ സംഭാവന ഇതിന് ഉജ്ജ്വലമായ ഉദാഹരണമാണ്. പുരാതന ഇന്ത്യയുടെ സംസ്കാരത്തെയും സമൂഹത്തെയും കുറിച്ച് പഠിക്കുന്നതിന് CD കൊസാംബിയെയും ജനതയെ പ്രാഥമിക സ്രോതസ്സായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രീതി ശാസ്ത്രത്തിലെ 2 പ്രധാന അനുമാനങ്ങളെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, ജനങ്ങളുടെ സംഘാത ബോധത്തിൽ നിന്ന് കണ്ടെടുക്കാനാകുന്ന ഒരു ഭൂതകാലം. 2, കാലാന്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാമെങ്കിലും ചരിത്ര സത്യത്തിൻ്റെ മർമ്മം മാറ്റങ്ങളുടെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ തോതിൽ ജനങ്ങളുടെ സംഘാത മനസ്സിൽ അവശേഷിക്കും. വാമൊഴി പാരമ്പര്യങ്ങൾ, നാടോടി കഥകൾ, ചരിത്രാത്മകമായ പഴഞ്ചൊല്ലുകൾ തുടങ്ങിയവയെല്ലാം സത്യം പലതോതിൽ അടങ്ങിയിട്ടുള്ളവയാണ്. മാർത്തോമ ക്രൈസ്തവർ എന്ന ജനതയെ തന്നെ സ്രോതസ്സായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അധിവാസ കേന്ദ്രങ്ങളുടെയും വ്യാപനത്തിൻ്റെയും സ്ഥലങ്ങൾ കണ്ടെത്താനാകും നമുക്ക്. അത് അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് സത്യത്തിൻ്റെ കണികകളെ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. മാർത്തോമയുടെ പ്രേഷിത പ്രവർത്തനം നടന്നുവെന്ന് പാരമ്പര്യം പറയുന്ന പ്രദേശങ്ങൾ തന്നെയാണ് അറിയപ്പെടുന്ന വിവിധ ചരിത്രഘട്ടങ്ങളിൽ മാർത്തോമ ക്രൈസ്തവരുടെ അധിവാസം കേന്ദ്രീകരിച്ചിരുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ദക്ഷിണേന്ത്യയിൽ സെയിൻറ്റ് തോമസ് സുവിശേഷം പ്രസംഗിച്ചുവെന്ന പാരമ്പര്യത്തിൽ സത്യത്തിൻ്റെ കണികകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. AD 3-ാം നൂറ്റാണ്ടിൽ സുറിയാനിയിൽ എഴുതപ്പെട്ട യൂദാസ് തോമസിൻ്റെ നടപടി എന്ന പുസ്തകമാണ് തോമാസ്ലിയ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ലിഖിത സ്രോതസ്. ഗോണ്ടഫോറസിൻ്റെ സാമ്രാജ്യത്തിൽ
സെയിൻറ് തോമസ് സുവിശേഷം പ്രസംഗിച്ചുവെന്നാണ് ഈ പുസ്തകത്തിലെ പരാമർശം. ഇൻഡോ പാർത്തിയൻ ഭരണാധികാരിയായിരുന്ന ഗോണ്ടഫോറസ് എന്ന് പിന്നീട് തിരിച്ചറിയപ്പെടുന്നുമുണ്ട്. ഗോണ്ടഫോറസിൻ്റെ നാമം രേഖപ്പെടുത്തിയ ആദ്യ നൂറ്റാണ്ടിലെ നാണയങ്ങൾ 1830 മുതൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1872 പാകിസ്ഥാനിൽ നിന്ന് ഗോണ്ടഫോറസിൻ്റെ ശിലാലിഖിതവും ലഭിച്ചു. അതോടെ യൂദാസിൻ്റെ നടപടിയിൽ പറയുന്ന ഗോണ്ടഫോറസ് ഇതേ വ്യക്തിയാണെന്ന നിഗമനത്തിൽ പണ്ഡിതന്മാർ എത്തിച്ചേരുകയായിരുന്നു. ഗോണ്ടഫോറസ് ഉൾപ്പെടുന്ന പാരമ്പര്യം സംശയാസ്പദമാണെന്ന കാഴ്ചപ്പാട് പുലർത്തുന്ന റോമിലെ ധാപ്പറിനെ പോലുള്ള പ്രമുഖരായ പ്രാചീന ചരിത്ര പണ്ഡിതർ പക്ഷേ മലബാറിൻ്റെ സെയിൻറ് തോമസ് സുവിശേഷ പ്രഘോഷണം നടത്തിയെന്നത് കൂടുതൽ വിശ്വസനീയമാണെന്ന് പറയുന്നു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ സുവിശേഷ പ്രഘോഷണത്തിന് ശേഷം സെയിൻറ് തോമസ് ദക്ഷിണേന്ത്യയിലേക്ക് വന്നു എന്ന കാഴ്ചപ്പാടാണ് കാർഡിനൽ ടിസറിൻ്റേത് പോലുള്ള പണ്ഡിതർക്കുള്ളത്. സെയിൻറ് തോമസ് കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള സംഘാത സ്മരണ വിവിധ രൂപങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അതിൽ സുറിയാനിയിലും മലയാളത്തിലും ഉണ്ടായിരുന്ന അങ്കമാലിയിലെ ലിഖിത സ്രോതസ്സുകളെല്ലാം 1599 ഉദയംപേരൂർ സുരദോസിന് ശേഷം പോർച്ചുഗീസുകാർ കത്തിച്ചു കളഞ്ഞു. പാഷാണ്ഡതയും വികല വിശ്വാസ പ്രമാണങ്ങളുമാണ് അവയെന്ന തെറ്റിദ്ധാരണ മൂലമായിരുന്നു അത്. 1601 വീണ്ടും ലിഖിത രൂപത്തിലാക്കിയ റംബാൻ പാട്ടും ദീർഘകാലം വാമൊഴിയായി സംരക്ഷിക്കപ്പെട്ട മാർഗംകളിപ്പാട്ടും മാത്രമാണ് സെയിൻറ് തോമസിൻ്റെ പ്രേഷിതത്വത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരണങ്ങളുടെ ചില ഭാഗങ്ങളെന്ന നിലയിൽ പ്രചരിച്ച് കൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം പോർച്ചുഗീസുകാർ നശിപ്പിക്കുകയോ കാലക്രമത്തിൽ നഷ്ടമാകുകയോ ചെയ്തു. എങ്കിലും സെയിൻറ് തോമസിൻ്റെ പ്രഘോഷണം മൂലമുണ്ടായ തങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് സെയിൻറ് തോമസ് ക്രൈസ്തവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ചരിത്ര വിവരങ്ങളുടെ ഗണ്യമായ ഒരു ഭാഗം പോർച്ചുഗീസുകാർ അവരുടെ ചരിത്ര ഉടമ്പടികളിലും നാളുവഴി കുറിപ്പുകളിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖമായത് ആന്റോണിയോ ഡി ഗുവയുടെ ജോർണാദ ഡോ ആർച്ച് ബിഷപ്പോ ആണ്. സെയിൻറ് തോമസ് കേരളത്തിൽ വന്നിരിക്കാനുള്ള സാധ്യത നിരാകരിക്കുന്ന ചില ചരിത്രകാരന്മാർ ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. സെയിൻറ് തോമസ് ഇന്ത്യയിലേക്ക് വന്നെങ്കിൽ എന്തുകൊണ്ട് വന്നു? കേരളത്തിലേറിയ പങ്കും കാടായിരുന്നു എന്നിരിക്കെ ആ കാലത്ത് ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു. 3-ാം നൂറ്റാണ്ടിലെഴുതിയ യൂദാസ് തോമസിൻ്റെ നടപടിയിൽ ഇന്ത്യയിലേക്ക് വന്ന സെയിൻറ് തോമസിനെ രസിപ്പിക്കുന്നതിന് ഗോണ്ടഫോറസ് രാജാവിൻ്റെ രാജസദസ്സിൽ ഒരു ഹീബ്രു പെൺകുട്ടി പുല്ലാങ്കുഴൽ വായിച്ചുവെന്നും തോമസ് പകരം ഹീബ്രുവിലുള്ള ഒരു ഗീതം ആലപിച്ചുവെന്നും പറയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ യഹൂദരുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് സ്രോതസ്സുകളിൽ പ്രത്യേകിച്ചും ജോർനാദയിൽ ഈ ഹീബ്രു പെൺകുട്ടിയുടെ ഗാനാലാപനത്തെക്കുറിച്ചും സെയിൻറ് തോമസ് വന്ന കാലത്ത് കൊടുങ്ങല്ലൂരിൽ ധാരാളം യഹൂദരുണ്ടായിരുന്നെന്നും പരാമർശിക്കുന്നുണ്ട്. കേരളത്തിൽ അക്കാലത്ത് ജീവിച്ചിരുന്ന യഹൂദർക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് സെയിൻറ് തോമസ് ഇന്ത്യയിലേക്ക് വന്നുവെന്ന കേരള ക്രൈസ്തവരുടെ പാരമ്പര്യ വിശ്വാസത്തെ ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവ. ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ വളരെ സജീവമായ സമുദ്ര വ്യാപാരം നടന്നിരുന്നുവെന്നാണ് ഈയിടെ പട്ടണത്ത് നടത്തിയ ഈ പുരാവസ്തു ഉത്ഖനനം തെളിയിക്കുന്നത്. ചില ചരിത്രകാരന്മാർ തെറ്റായി വാദിക്കുന്നത് പോലെ ആദ്യ നൂറ്റാണ്ടിൽ കേരളം വെറുമൊരു ഒറ്റപ്പെട്ട വനപ്രദേശം ആയിരുന്നില്ല എന്നുള്ള വസ്തുതയാണ് ഇത് വ്യക്തമാകുന്നത്.